സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽ എന്നുള്ള സബ്ജക്റ്റിന്റെ MCQ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സെറാമിക്സും അതുപോലെ തന്നെ ഫെറസും നോൺ ഫെറസ് മെറ്റീരിയൽസും എന്നുള്ള ഏരിയ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മളെ റിവിഷൻ അല്ലെങ്കിൽ നമ്മൾ ടൈം ടേബിൾ പ്രകാരം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതിൽ കറക്റ്റ് ടൈം ടേബിൾ പ്രകാരം പഠിക്കാം, മാക്സിമം പഠിക്കാൻ പറ്റും നോക്കുക, റിവിഷനും കറക്റ്റ് ചെയ്യുക. നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്ക് സെറ്റായി നിൽക്കാൻ പറ്റും അല്ലേ. അപ്പം ഓക്കെ, അപ്പോൾ നിങ്ങൾ ബിൽഡിംഗ് മെറ്റീരിയൽ നല്ല സബ്ജക്റ്റ് ഇപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് റിവിഷൻ പോലെ ഈ ഒരു വീഡിയോ ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോർഷനിലേക്ക് കടക്കാം അല്ലേ. ഇന്ന് ഞാനിപ്പം ആഡ് ചെയ്തിട്ടുള്ള പോർഷൻസ് ഞാൻ പറഞ്ഞല്ലോ സെറാമിക്കും ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസും ആണ്. അപ്പം നമുക്ക് സെറാമിക് എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബേസിക് നോക്കിയാലോ. എന്താണല്ലേ സെറാമിക് എന്ന് പറയുന്നത്? സെറാമിക് എന്ന് പറയുന്ന വേർഡ് എന്താണ് മീൻ ചെയ്യുന്നത്? സെറാമിക് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സെറാമിക്സ് അല്ലേ, സെറാമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് വന്നിട്ടുള്ളത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് കേട്ടോ. ഗ്രീക്ക് വേർഡിൽ നിന്നാണ് സെറാമിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡ് വന്നിട്ടുള്ളത്. ഗ്രീക്ക് വേർഡിൽ ഇതിന് പറയുന്നത് കെരാമിക്കോസ് ആണ്. കെരാമിക്കോസിന്റെ കറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടറി അല്ലേ. പോട്ടറി ആണ് ഇതിന്റെ കറക്റ്റ് മീനിങ് വരുന്നത്. പോട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? മൺപാത്രങ്ങൾ അല്ലേ. അപ്പം ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളിപ്പോൾ ക്ലേനൊക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് അല്ലേ. അപ്പം അതേ രീതിയിലൊക്കെ നമുക്ക് ഈ സെറാമിക് പ്രൊഡക്ട്സിനെ പറയാം. അതുപോലെ തന്നെ റിഫ്രാക്ടറീസിനെ നമുക്ക് പറയാൻ പറ്റും. ഗ്ലാസ് വരുന്നത് ഈ ഒരു സെറാമിക് പ്രൊഡക്ട്സ് ആയിട്ടാണ്. അപ്പം ഏതൊക്കെയാണ് സെറാമിക് പ്രൊഡക്ട്സ് വരുന്നത്? ക്ലേ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. സെറാമിക് പ്രൊഡക്ട്സ് ആണെങ്കിൽ ക്ലേ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് വൺ വരുന്നതാണ് റിഫ്രാക്ടറീസ് അല്ലേ. റിഫ്രാക്ടറീസ് വരുന്നുണ്ട്. പിന്നെ തേർഡ് വരുന്നത് ഗ്ലാസ് ആണ് അല്ലേ. അപ്പം ഗ്ലാസ് ആണ് വരുന്നത്. അപ്പം ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലേ. അപ്പം ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പോൾ ഒരു സെറാമിക്കും അത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യവും പറയേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ. ക്ലേ പ്രൊഡക്ട്സ് അല്ലേ. ക്ലേ പ്രൊഡക്ട്സ് ഏതാണെന്നും കൂടെ ഞാൻ പറയാം. ഇതിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ കൂടെ ഇങ്ങനെ ഒരു സെക്ഷനും കൂടെ ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റ് വൈസ് ഓൾറെഡി ക്ലാസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഒരു സബ്ജക്റ്റിൻ്റെ തന്നെയാണെങ്കിലും നമ്മൾ ക്ലാസ് സബ്ജക്റ്റ് വൈസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയും. പക്ഷെ അത് കൂടാണ്ട് നമ്മളിപ്പം എന്തായാലും സബ്ജക്റ്റ് വൈസ് ഓരോ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും അങ്ങനെ കവർ ആവണമെന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ സീരീസിലൂടെയും അതുപോലെ തന്നെ നിങ്ങൾ നിമ്മി സീരീസ് കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നിമ്മി സീരീസിലൂടെയൊക്കെ നമ്മൾ പോർഷൻസ് മാക്സിമം വൈഡായിട്ട് ക്ലാസ് പോലെ തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ ഈ ഒരു ക്ലാസ് ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കറക്റ്റ് വീഡിയോസൊക്കെ കണ്ട് മാക്സിമം കിട്ടുന്ന നോട്ട്സൊക്കെ ഷോർട്ട് നോട്ടിലേക്ക് എഴുതി വെക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പറ്റുന്നത് ഷോർട്ട് നോട്ടിലേക്ക് എഴുതി വെക്കുക. നമ്മൾ ക്ലാസ് ആയിട്ട് ആഡ് ചെയ്യുന്നത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയിട്ട് ആ ഒരു നോട്ടിൽ നിന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. അങ്ങനെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ഞാനൊരു സജഷൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ക്ലേ പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണല്ലേ ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ ക്ലേ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ക്ലേ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ടൈല് അല്ലേ. ടൈല്. പിന്നെ അതുപോലെ തന്നെ വേറെ ഏതാണ്? എർത്തൻ വെയർ അല്ലേ. എർത്തൻ വെയർ വരുന്നുണ്ട്. പിന്നെ വേറെ എന്താണ് വരുന്നത്? ഞാനിപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുണ്ടെന്നും കൂടെ നോക്കുക കേട്ടോ. അപ്പം തേർഡ് വണ്ണ് സ്റ്റോൺ വെയർ അല്ലേ. സ്റ്റോൺ വെയർ ആണ് വരുന്നത്. സ്റ്റോൺ വെയർ ആണ്. ഫോർത്ത് വണ്ണ് വരുന്നത് പോർസലൈൻ ആണ് അല്ലേ. പോർസലൈൻ ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ടെറാക്കോട്ട അല്ലേ. ടെറാക്കോട്ട. ഇതൊക്കെ നമുക്ക് ക്ലേ പ്രൊഡക്ട്സ് ആണെന്ന് പറയാൻ പറ്റും. അപ്പം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൈൽസ് ആർ കോണിക്കൽ ഇൻ ഷേപ്പ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഞാൻ വായിക്കാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓപ്ഷൻ എ കോറഗേറ്റഡ്, ഓപ്ഷൻ ബി ഫ്ലെമിഷ്, ഓപ്ഷൻ സി ഗുണ, ഓപ്ഷൻ ഡി ഫ്ലാറ്റ് അല്ലേ. ഈ തന്നിട്ടുള്ള ടൈൽസിൽ ഏതാണ് കോണിക്കൽ ഇൻ ഷേപ്പ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് തന്നെ പറഞ്ഞല്ലേ ക്ലേ പ്രൊഡക്ട്സിൽ വരുന്നതാണല്ലേ ടൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈലിനെ
നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് ടൈൽ എന്ന് പറയുന്ന സമയത്ത്, ഇപ്പം നമ്മൾ ടൈലിൻ്റെ കോണിക്കൽ ഷേപ്പിലുള്ളതാണെങ്കിൽ അത് നമ്മൾ എന്താണെന്നാണ് പറയാമെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്താണ് ടൈൽ എന്ന് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലേ, നിങ്ങളെ വീട്ടിലൊക്കെ ടൈൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, പല ഡിസൈനിൽ പല ടൈപ്പിൽ നിങ്ങൾ കാണുന്നതാണ്, സൈസസിലൊക്കെ. അപ്പം നമുക്ക് ബേസിക് ആയിട്ട് ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ സ്ലാബ് ഓഫ് ബ്രിക്ക് ആണ് അല്ലേ. അപ്പം ബേസിക് ആയിട്ട് നമ്മളിപ്പം ടൈല് പറയുകയാണെങ്കിൽ തിൻ സ്ലാബ് ഓഫ് ബ്രിക്ക് ആണ് കേട്ടോ. തിൻ സ്ലാബ് ഓഫ് ബ്രിക്കിനെയാണ് നമ്മൾ ടൈൽ എന്ന് പറയുന്നത്. ഈ ഒരു ടൈല് തന്നെ നമുക്ക് കോമൺ ടൈലും ഉണ്ട്, അതുപോലെ തന്നെ എൻകോസ്റ്റിക് ടൈലും ഉണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട്, കോമൺ ടൈലും വരുന്നുണ്ട്, അതുപോലെ തന്നെ എൻകോസ്റ്റിക് ടൈലും വരുന്നുണ്ട്. അതിൽ എന്താണ് കോമൺ ടൈല്, എൻകോസ്റ്റിക് ടൈൽ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞു പോവാം അല്ലേ. അപ്പം കോമൺ ടൈൽ എന്താണ്, കോമൺ ടൈല് അല്ലേ. കോമൺ ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന റൂഫിംഗ് ടൈല്, അതുപോലെ തന്നെ ഫ്ലോറിംഗ് ടൈല് അല്ലേ, ഈ ഒരു ടൈപ്പ് ടൈലിനൊക്കെയാണ് നമ്മൾ ഈ ഒരു കോമൺ ടൈൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഞാനൊന്ന് പറയാം. അപ്പം ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് പറഞ്ഞു പോവാം. പിന്നെ നമ്മൾ ഫസ്റ്റ് ഒന്ന് കോമൺ ടൈൽ പറഞ്ഞു, പിന്നെ എൻകോസ്റ്റിക് ടൈലാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എൻകോസ്റ്റിക് ടൈലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻകോസ്റ്റിക് ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെക്കറേറ്റീവ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈലാണ് ഈ ഒരു എൻകോസ്റ്റിക് ടൈൽ എന്ന് പറയുന്നത്. അപ്പം കളേർഡ് ടൈൽസ് ഒക്കെ അല്ലേ, നമ്മൾ കളേർഡ് ടൈൽസ് ഒക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു എൻകോസ്റ്റിക് ടൈൽ എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ടൈൽ പറഞ്ഞു അല്ലേ. അപ്പോൾ കോമൺ ടൈൽ എന്ന് ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമുക്ക് കോമൺ ടൈലിൽ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം, എന്നിട്ട് ആൻസറിലേക്ക് പോവാം അല്ലേ. അപ്പോൾ നമ്മൾ കോമൺ ടൈല്, നമ്മൾ ടൈലിൻ്റെ ഇപ്പം രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം കോമൺ ടൈലിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് വരികയാണെങ്കിൽ ടൈപ്സ് ഓഫ് കോമൺ ടൈൽ അല്ലേ. കോമൺ ടൈല് വരികയാണെങ്കിൽ ഏതാണ് വരിക, ടൈപ്സ് ഓഫ് കോമൺ ടൈലിൽ ഫസ്റ്റ് വരുന്ന ഒന്നാണ് അല്ലേ ഡ്രെയിൻ ടൈൽ എന്ന് പറഞ്ഞിട്ട്. ഡ്രെയിൻ ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ ആണ് ഡ്രെയിൻ ടൈല്. ഡ്രെയിൻ ടൈൽ അല്ലേ. ഡ്രെയിൻ ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് പോറസ് ടെക്സ്ചർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നത് വാട്ടർ ലോഗ്ഡ് ഏരിയാസിലാണ്. ഡ്രെയിൻ ടൈല് നമ്മളിത് അധികവും യൂസ് ചെയ്യുന്നത് വാട്ടർ ലോഗ്ഡ് ഏരിയാസിലാണ്. അതുപോലെ തന്നെ എന്താണ് വേറെ പറഞ്ഞിട്ടുള്ളത്, പോറസ് ടെക്സ്ചർ ആയിരിക്കും. അപ്പം മനസ്സിലാക്കി വെക്കുക. അപ്പം ഡ്രെയിൻ ടൈല് കോമൺ ആയിട്ട് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ്ഡ് ഇൻ വാട്ടർ ലോഗ്ഡ് ഏരിയ അല്ലേ. ഇത് ഓരോന്നിലും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഷെയർ ചെയ്ത് പോവാണ് കേട്ടോ. അപ്പം സെക്കൻഡ് നമ്മൾ നോക്കാനുള്ള ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോർ ടൈലാണ് അല്ലേ. ഫ്ലോർ ടൈല് ഓർ പേവിംഗ് ടൈൽ എന്നും കൂടെ ഇതിനെ പറയും. പേവിംഗ് ടൈല്. എന്താണ് ഈ ഒരു ഫ്ലോർ ടൈല് അല്ലെങ്കിൽ പേവിംഗ് ടൈൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ നോർമലി ഫ്ലോറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ടൈൽസ് അല്ലേ, അല്ലെങ്കിൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ടൈലിനെയാണ് നമ്മൾ ഫ്ലോർ ടൈൽ എന്ന് പറയുന്നത്. ഇത് പല ഷേപ്പിലുണ്ടാവും അല്ലേ, സ്ക്വയർ ഷേപ്പിലുണ്ടാവും, ഹെക്സഗണൽ ഷേപ്പിലുണ്ടാവും. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. ആൾട്ടർനേറ്റീവ് നെയിംസ് ഉള്ളത് ആണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, അപ്പം കൺഫ്യൂഷൻ ആവരുത്. പിന്നെ തേർഡ് വൺ നമുക്ക് നോക്കാനുള്ളത് റൂഫിംഗ് ടൈലാണ് അല്ലേ. അപ്പം റൂഫിംഗ് ടൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റൂഫിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈലാണ്. അപ്പം ആ ഒരു റൂഫിങ്ങിൽ നിങ്ങൾക്ക് റൂഫ് നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലേ, എല്ലാ റൂഫിലും ഒരേ ടൈപ്പ് ടൈലാണ് ഉണ്ടാവുക. നിങ്ങളിപ്പം എന്തായാലും നമ്മളൊരു സിവിൽ എഞ്ചിനീയേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത്, വീടുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കില്ലേ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൽ എങ്ങനെയാണ് വിൻഡോസ് വരുന്നത്, റൂഫ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനത്തെ അതിൻ്റെ ആ ഒരു ലുക്ക് എങ്ങനെയാണ്, ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചു പോകും അല്ലേ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഓരോ റൂഫിലും ഇപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ടൈലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ടൈല് പല ടൈപ്പുള്ള ടൈൽസ് ഉണ്ടാവും അല്ലേ. അപ്പം അതും കൂടെ നമുക്കിവിടെ ഒരു ക്ലാസിഫിക്കേഷനിൽ പഠിക്കാനുണ്ട്. ജസ്റ്റ് ഞാൻ ഓരോന്നും
ഈ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പിക്ചർ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് പോയിന്റ്സ് പറയാം. അപ്പം പോയിന്റ്സ് ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ നമുക്ക് തേർഡ് വണ്ണ് പറയുന്നതാണ് റൂഫിംഗ് ടൈല് അല്ലെങ്കിൽ റൂഫ് ടൈല് അല്ലെ. റൂഫ് ടൈല് വരുന്നത് പല ടൈപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ റൂഫ് ടൈലിൽ ഏതൊക്കെ ടൈപ്പ് ആണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. റൂഫ് ടൈല് അല്ലെ, റൂഫ് ടൈലിൽ വരുന്നൊരു ടൈപ്പാണ് ഫസ്റ്റ് വണ്ണ് വരുന്നതാണ്. റൂഫ് ടൈലിൽ ഫസ്റ്റ് വണ്ണ് വരുന്നതാണ് അലഹബാദ് ടൈല് അല്ലെ. അലഹബാദ് ടൈല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും അലഹബാദ് ടൈല് അല്ലെ. അപ്പം അലഹബാദ് ടൈലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സുപ്പീരിയർ ടൈപ്പ് ഓഫ് ക്ലേ ആണ്. അപ്പം അത് ഓർത്ത് വെക്കുക. അപ്പം നമുക്ക് സുപ്പീരിയർ ടൈപ്പ് ഓഫ് ക്ലേ യൂസ് ചെയ്തിട്ടാണ് അലഹബാദ് ടൈൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ മെയ്ഡ് വിത്ത് പ്രൊജക്ഷൻസ് അല്ലെ, പ്രൊജക്ഷൻസ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുക. അതുപോലെ തന്നെ അത് ഓരോന്നും ഈച്ചതറായിട്ട് ഇന്റർലോക്ക് ചെയ്യും അല്ലേ. അപ്പം ജസ്റ്റ് ഇങ്ങനെ വരച്ച് കാണിക്കാം. ഇപ്പം ഇതുപോലുള്ളൊരു ടൈൽ അല്ലേ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ടൈല് വെക്കുകയാണെങ്കിൽ വേറെ കളറിൽ ഞാൻ കാണിക്കാം. അപ്പം നെക്സ്റ്റ് ടൈല് ഇതേ രീതിയിൽ വെക്കും അല്ലേ. അപ്പം നെക്സ്റ്റ് അതിൻ്റെ അടുത്ത ടൈല് നമ്മൾ ഇതേ രീതിയിൽ വെക്കും. അപ്പം അത് ഇന്റർലോക്ക് ചെയ്ത് പോകുന്ന ഒരു ടൈല് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ അലഹബാദ് ടൈൽ എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് വൺ അല്ലെ. സെക്കൻഡ് വൺ എന്താണ്? സെക്കൻഡ് വൺ പറയുന്നത് കോറഗേറ്റഡ് ടൈലാണ് അല്ലെ. കോറഗേറ്റഡ് ടൈല് അല്ലെ. കോറഗേറ്റഡ് ടൈലാണെങ്കിൽ അതിൽ കോറഗേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ തേർഡ് വൺ ആണ് ഫ്ലാറ്റ് ടൈൽ അല്ലെ. ഫ്ലാറ്റ് ടൈല് നമ്മൾ നോർമലി റൂഫിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ടൈലാണ് ഫ്ലാറ്റ് ടൈൽ എന്ന് പറയുന്നത്. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ. പിന്നെ നെക്സ്റ്റ് വൺ ആണ് ഫ്ലെമിഷ് ടൈൽ അല്ലേ. ഫ്ലെമിഷ് ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള ടൈലായിരിക്കും ഫ്ലെമിഷ് ടൈൽ എന്ന് പറയുന്നത്. ഫ്ലെമിഷ് ടൈൽ അല്ലേ. ഫ്ലെമിഷ് ടൈലിൻ്റെത് മെയിനായിട്ട് നോക്കേണ്ടത് അതിൻ്റെ ഒരു ഷേപ്പാണ് അല്ലേ. നിങ്ങളിപ്പം നമ്മൾ നോർമലി കണ്ടുവരുന്ന ടൈപ്പ് ഒരു ടൈലിലുള്ളതാണ് ഫ്ലെമിഷ് ടൈൽ എന്ന് പറയുന്നത് അല്ലേ. ഫ്ലെമിഷ് ടൈൽ എന്ന് പറഞ്ഞാൽ ടൈല് ഇപ്പം നമ്മൾ ടൈൽ ഒരു എസ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പം ഇതേ രീതിയിൽ ഇങ്ങനെ ഒരു എസ് ഷേപ്പിലായിരിക്കും. ഇപ്പം നമ്മൾ ഇങ്ങനെ ടൈല് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എസ് ഷേപ്പിലായിരിക്കും ടൈൽ ഉണ്ടാവുക. എന്നിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ എസ് ഷേപ്പിൽ വരുന്ന ടൈലിനെയാണ് നമ്മൾ ഫ്ലെമിഷ് ടൈൽ എന്ന് പറയുന്നത്. അപ്പം എസ് ഷേപ്പ്ഡ് ടൈലാണെന്നുള്ളത് ഫ്ലെമിഷ് ടൈലിൻ്റെ ഓർത്ത് വെക്കുക. പിന്നെ നോക്കാനുള്ള നെക്സ്റ്റ് വൺ ആണ് ഗുണ ടൈല്. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഗുണ ടൈൽ എന്ന് പറഞ്ഞാൽ കോണിക്കൽ ഇൻ ഷേപ്പ് ആയിരിക്കും. ഗുണ ടൈലിൻ്റെത് കോണിക്കൽ ഇൻ ഷേപ്പ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് റൂഫിംഗ് ടൈലിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ പേര് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി പറഞ്ഞ കാര്യങ്ങൾ നോട്ട്സ് ഞാൻ എഴുതാത്തത് നിങ്ങൾ ഞാൻ പറയുന്ന സമയത്തൊന്ന് ഷോർട്ട് നോട്ടിലേക്ക് മാറ്റി എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ടൈലിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഏത് ടൈലായിരുന്നു? റൂഫിംഗ് ടൈൽ വെച്ചിട്ട് അതിൻ്റെ സബ്ബാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് വേറെ ടൈല് വരുന്നത് മാംഗ്ലൂർ പാറ്റേൺ ടൈല് വരുന്നുണ്ട്. അത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പോട്ട് ടൈല് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വരുന്ന ടൈൽ ഏതാണ്? പാൻ ടൈൽ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് പോയാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൈൽസ് ആർ കോണിക്കൽ ഇൻ ഷേപ്പ് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം താഴെ തന്നിട്ടുള്ളതിൽ നമുക്ക് കോണിക്കൽ ഇൻ ഷേപ്പിൽ വരുന്ന ടൈൽ ഏതാണ്? ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഇപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓപ്ഷൻ എ കോറഗേറ്റഡ്, ഓപ്ഷൻ ബി ഫ്ലെമിഷ്, ഓപ്ഷൻ സി ഗുണ, ഓപ്ഷൻ ഡി ഫ്ലാറ്റ് അല്ലേ. അപ്പം ഏതാണ് വരുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളതിൽ ഓരോന്ന് വെച്ച് നമുക്ക് നോക്കാം അല്ലേ. കോറഗേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോറഗേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഫ്ലെമിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ എസ് ഷേപ്പിലുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി അല്ലേ റൂഫിങ്ങിന് നോർമലി യൂസ് ചെയ്യുന്ന ടൈപ്പ് ടൈലാണ്. പിന്നെ ഗുണ ടൈൽ അല്ലേ. ഗുണ ടൈൽ എന്താണ്? ഗുണ ടൈലാണ് അല്ലേ കോണിക്കൽ ഷേപ്പ് വരുന്നത്. കോണിക്കൽ ഷേപ്പ്ഡ് ടൈലാണ് ഈ ഒരു ഗുണ ടൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? നമുക്കിവിടെ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ഗുണ ടൈലാണ് ആൻസർ വരിക. നോക്കി വെക്കുക. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഗുണ ടൈലാണ് ആൻസർ വരിക.
ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം അല്ലെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിട്ടുള്ളത് പോർട്ട് ടൈൽസ് ആർ ഓൾസോ നോൺ ആസ്. അപ്പോൾ പോർട്ട് ടൈലിന്റെ ആൾട്ടർനേറ്റീവ് നെയിംസ് ആണ്, അത് നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ അതിന്റെ ആൾട്ടർനേറ്റീവ് നെയിംസ് പറയാഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കാം അല്ലെ. ഓപ്ഷൻസ് എന്താണ് വരുന്നത്? ഓപ്ഷൻ എ മാംഗ്ലൂർ ടൈൽ, ഓപ്ഷൻ ബി റാൻ ടൈൽസ്, ഓപ്ഷൻ സി ലോക്കിംഗ് ടൈൽസ്, ഓപ്ഷൻ ഡി ഫ്ലാറ്റ് ടൈൽ അല്ലെ. അപ്പോൾ നമ്മൾ പോർട്ട് ടൈൽസിന്റെ ആൾട്ടർനേറ്റീവ് നെയിംസ് അല്ലെ, നമ്മൾ ടൈലിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ടൈലിൻ്റെത് കോമൺ ടൈലും അതുപോലെ തന്നെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞാൽ എൻകോസ്റ്റിക് ടൈലും ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കോമൺ ടൈലിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒന്നാണ് അല്ലെ ഈ ഒരു പോർട്ട് ടൈൽ എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട് ടൈല് അതിന്റെ എന്തൊക്കെയാണ് ആൾട്ടർനേറ്റീവ് നെയിംസ് ഞാൻ ജസ്റ്റ് എഴുതാം. പോർട്ട് ടൈൽ അല്ലെ. പോർട്ട് ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോർട്ട് ടൈൽ എന്ന് പറയുന്നത് സെമി സർക്കുലർ ഷേപ്പിൽ വരുന്നതാണ് കേട്ടോ. സെമി സർക്കുലർ ഷേപ്പിൽ വരുന്ന ടൈലിനെയാണ് നമ്മൾ പോർട്ട് ടൈൽ എന്ന് പറയുന്നത്. സെമി സർക്കുലർ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ അല്ലേ, ഇതേ രീതിയിൽ സെമി സർക്കുലർ ഷേപ്പിൽ വരുന്ന ടൈലിനെയാണ് നമ്മൾ പോർട്ട് ടൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് നെയിംസ് ആണ് നമുക്കിവിടെ നോക്കേണ്ടത്. ആൾട്ടർനേറ്റീവ് നെയിംസ് വരുന്നതാണ് പോർട്ട് ടൈൽ ഓർ വേറെ എന്താണ് വരുന്നത്? സ്പാനിഷ് ടൈൽ വരുന്നുണ്ട്. സ്പാനിഷ് ടൈലും നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറെന്താണ് നമ്മളിവിടെ പറയുന്നത്? വേറെ പറയുന്ന ഒരു പേരാണ് ലോക്കിംഗ് ടൈൽ അല്ലെ. ലോക്കിംഗ് ടൈല്. ഈ പേരുകളൊക്കെ ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? പോർട്ട് ടൈൽസ് ആർ ഓൾസോ നോൺ ആസ് അല്ലെ. അപ്പം ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഓപ്ഷൻ എ മാംഗ്ലൂർ ടൈൽ, ഓപ്ഷൻ ബി റാൻ ടൈൽസ്, ഓപ്ഷൻ സി ലോക്കിംഗ് ടൈൽസ്, ഓപ്ഷൻ ഡി ഫ്ലാറ്റ് ടൈൽസ് അല്ലെ. ഏതാണ്? പോർട്ട് ടൈൽസ് ആർ ഓൾസോ നോൺ ആസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ലോക്കിംഗ് ടൈൽസ് ആണ് ആൻസർ വരുന്നത്. ഇത് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? തേർഡ് ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു IS 654 1962 ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ദ മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ പെർസെൻറ്റേജ് ഓഫ് ക്ലാസ് AA ടൈപ്പ് മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ് ഈസ്. ഓപ്ഷൻ എ 18%, ഓപ്ഷൻ ബി 35%, ഓപ്ഷൻ സി 29%, ഓപ്ഷൻ ഡി 25% അല്ലേ. അപ്പോൾ നമ്മൾ ടൈലിന്റെ കോമൺ ടൈൽസിന്റെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ആണല്ലേ മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മാംഗ്ലൂർ പാറ്റേൺ ടൈൽസിന്റെ IS കോഡ് 654/1962 ആണ് അല്ലേ. അപ്പം ഈ ഒരു IS കോഡ് വെച്ചിട്ട് എൻ്റെ ക്ലാസ് AA ടൈലിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വാട്ടർ അബ്സോർപ്ഷൻ നോക്കുന്ന സമയത്ത് IS 654 തന്നെയാണ്. അതിൽ റിവൈസ്ഡ് ആയിട്ട് ഇപ്പോൾ 1962 ആണല്ലോ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് റിവൈസ്ഡ് ആയിട്ട് 1992 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പം IS 654 വെച്ചിട്ട് 1962 വെച്ചിട്ടാണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത് എങ്ങനെയാണ്? വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത് ക്ലാസ് AA അല്ലേ. വാട്ടർ അബ്സോർപ്ഷൻ നമുക്ക് എഴുതാം. വാട്ടർ അബ്സോർപ്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഏവറേജ് ബ്രേക്കിംഗ് ലോഡ്, അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്നതാണ്. ഏവറേജ് ബ്രേക്കിംഗ് ലോഡ് അല്ലേ. എവറേജ് ബ്രേക്കിംഗ് ലോഡും കൂടെ നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇവിടെ ക്ലാസ് AA അല്ലേ. ക്ലാസ് AAൻ്റെത് ഞാനിവിടെ ക്ലാസ് AAൻ്റെ തന്നെ ഓൾഡ് വാല്യൂം അതുപോലെ തന്നെ അതായത് 1962ൻ്റെതും 1992ൻ്റെതും ഇവിടെ തന്നെ ഞാൻ എഴുതി കാണിക്കാം. അപ്പം 1962ൻ്റെ വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് 1992ൻ്റെ വാല്യൂവും കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് തന്നെ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും അല്ലേ. അപ്പം ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ് AA ടൈല് പറഞ്ഞു. പിന്നെ നമുക്ക് ഉള്ള ടൈൽ ഏതാണ്? ക്ലാസ് A ടൈൽ അല്ലേ. ക്ലാസ് A ടൈലിൻ്റെതും പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ 1962 2 ഇയറിലായിട്ട് വരുന്നുണ്ടല്ലേ. 1962 പിന്നെ 1992 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ തന്നെ നോക്കാം. അപ്പം ഫസ്റ്റ് വണ്ണ് വരുന്നത് ഏതാണ്? ക്ലാസ് AA ടൈലിൽ ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19% ആണ് കേട്ടോ വാട്ടർ അബ്സോർപ്ഷൻ വരിക. വാട്ടർ അബ്സോർപ്ഷൻ വരിക 19% ആണ്. 19% ആണ് വാട്ടർ അബ്സോർപ്ഷൻ വരിക. അപ്പം അതുപോലെ തന്നെ ഏവറേജ് ബ്രേക്കിംഗ് ലോഡ് ആണെങ്കിൽ 1 കിലോഗ്രാം ആണ്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് A ടൈലാണെങ്കിൽ വരുന്നത്
24% ആണ് വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ആവറേജ് ബ്രേക്കിംഗ് ലോഡ് എന്ന് പറയുന്നത് 0.8 കിലോ ന്യൂട്ടൺ ആണെന്നുള്ളത് നോക്കി വെക്കാം. അപ്പം ഇനി നെക്സ്റ്റ് അല്ലേ, നെക്സ്റ്റ് വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാല്യൂ വരുന്നത് എത്രയാണ്? വാട്ടർ അബ്സോർപ്ഷൻ ആണെങ്കിൽ 18% ആണ് ക്ലാസ് എ ടൈലിന് വരുന്നത്. ആവറേജ് ബ്രേക്കിംഗ് ലോഡ് ആണെങ്കിൽ 1 കിലോ ന്യൂട്ടൺ ആണ്. അതുപോലെ തന്നെ ക്ലാസ് എ ടൈലിൻ്റെതാണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത് 20% ആണ്. അതുപോലെ തന്നെ ആവറേജ് ബ്രേക്കിങ്ങിൻ്റെത് സെയിം വാല്യൂ അല്ലേ, 0.8 കിലോ ന്യൂട്ടൺ ആണ്. അപ്പം ഇത് രണ്ടും സെയിം ആണ് വാല്യൂ വരുന്നത്. ഈ വാല്യൂസ് രണ്ടും സെയിം ആണ് അല്ലേ. അല്ലാണ്ട് ക്ലാസ് എന്റെ വാട്ടർ അബ്സോർപ്ഷൻ 24 ഉള്ളത് 20 ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് എൻ്റെതാണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ 19 ഉള്ളത് 18 ആയിട്ട് അല്ലെ കുറയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി 1 കിലോഗ്രാം 1 കിലോ ന്യൂട്ടൺ എന്നുള്ളതാണ്. അപ്പം അധികം നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് വാട്ടർ അബ്സോർപ്ഷൻ ആണ്. അപ്പോൾ ക്ലാസ് എ ടൈലിൻ്റെത് നമുക്ക് 19ഉം 18ഉം പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ക്ലാസ് എ ടൈലിൻ്റെത് 24ഉം 20ഉം കൂടെ നോക്കി വെക്കുക. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അക്കോർഡിംഗ് ടു IS 654/1962 ദ മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ പെർസെൻറ്റേജ് ഓഫ് ക്ലാസ് എ ടൈപ്പ് മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ് ഈസ്. ആൻസർ ഇവിടെ വരുന്നത് ഏതാണ്? തന്നിട്ടുള്ളതിൽ നമുക്ക് 19 ഇല്ല അല്ലെ, 19% ഇല്ല. അപ്പൊ നമുക്ക് 18% കൊടുക്കാം അല്ലെ. ലേറ്റസ്റ്റ് വാല്യൂ ഇതാണല്ലേ വരുന്നത്. അപ്പൊ 18% നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നോക്കുക, തന്നിട്ടുള്ളതിൽ PSCന്റെ എക്സാംസിൽ എപ്പോഴും നമ്മൾ തന്നിട്ടുള്ളതിൽ മാക്സിമം ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് വേണം ചൂസ് ചെയ്യാൻ. അപ്പം 3 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫങ്ഷൻസ് ഓഫ് പോർസലൈൻസ് ആർ അല്ലേ. അപ്പം പോർസലൈൻസിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു സെറാമിക്കിൻ്റെത് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, സെറാമിക് ഏതൊക്കെ ടൈപ്പിലാണ് ഉള്ളത് എന്ന്. സെറാമിക് ടൈൽ ഉണ്ടായിരുന്നു, എർത്തൻവെയർ ഉണ്ട്, സ്റ്റോൺ വെയർ ഉണ്ട്, പോർസലൈൻ ഉണ്ട്, ടെറാക്കോട്ട ഉണ്ട് അല്ലെ. അപ്പൊ ഞാനത് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഓപ്ഷൻസും വായിക്കാം, എന്നിട്ട് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫങ്ഷൻസ് ഓഫ് പോർസലൈൻസ് ആർ: ഓപ്ഷൻ എ സാനിറ്ററി വെയർ, ഓപ്ഷൻ ബി സ്റ്റോറേജ് വെസൽസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. അപ്പൊ നമുക്ക് പോർസലൈൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് പറയുന്നതിന്റെ മുന്നേ നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞ സെറാമിക്സിൽ നമ്മൾ ടൈല് പറഞ്ഞു അല്ലേ. അപ്പൊ നമുക്ക് സെക്കൻഡ് വൺ പറയാനുള്ള ഒന്ന് ഏതാണ്? നമ്മൾ എർത്തൻവെയർ എന്താണെന്ന് പറയാനുണ്ട് അല്ലെ. അപ്പം എന്താണ് എർത്തൻവെയർ എന്ന് പറയുന്നത്? എർത്തൻവെയർ അല്ലെ. എർത്തൻവെയറിന് നമുക്ക് ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ് ഫ്രം ക്ലേ ആണ് അല്ലെ. ക്ലേന്ന് പ്രിപ്പയർ ചെയ്യുന്ന ആർട്ടിക്കിൾസിനെയാണ് നമ്മൾ എർത്തൻവെയർ എന്ന് പറയുന്നത്. അപ്പം എർത്തൻവെയർ എന്ന് പറയുന്ന സമയത്ത് ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ് ഫ്രം ക്ലേ ആണ്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇതിൻ്റെ അല്ലേ, അതുപോലെ തന്നെ ഇതിന്റെ ബേണിങ് വരുന്നത് ബേൺഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് കൂൾ ഡൗൺ സ്ലോലി ആണ്. അപ്പൊ അതും കൂടെ നോക്കി വെക്കുക. എർത്തൻവെയറിൽ വരുന്ന സമയത്ത് ബേൺഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ആണ്. അതുപോലെ തന്നെ കൂൾ ഡൗൺ സ്ലോലി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റോൺ വെയർ നോക്കാം അല്ലെ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാണ്. നെക്സ്റ്റ് നമുക്ക് തേർഡ് വണ്ണ് സ്റ്റോൺ വെയർ ആണ് നോക്കാനുള്ളത്. സ്റ്റോൺ വെയർ ആണെങ്കിൽ ഇപ്പം നമ്മൾ ക്ലേയിൽ ഉണ്ടാക്കുന്നതിനെയാണ് എർത്തൻവെയർ എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ നമ്മൾ റിഫ്രാക്ടറി ക്ലേസ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റോൺ വെയർ എന്ന് പറയുന്നത്. അപ്പം ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ് ഫ്രം റിഫ്രാക്ടറി ക്ലേസ് അല്ലെ. റിഫ്രാക്ടറി ക്ലേ എന്നുള്ളത് നോക്കി വെക്കുക. അപ്പൊ നമ്മൾ ഇത് പറഞ്ഞു ഇതിൽ നമ്മൾ കുറച്ച് എർത്തൻവെയറിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്റ്റോൺ വെയർ വരുന്നത് ബേൺഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് കൂൾ ഡൗൺ സ്ലോലി ആണ്. മറ്റേത് നമ്മൾ എർത്തൻവെയർ പറഞ്ഞിട്ടുള്ളത് ബേൺഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ആണ് അല്ലെ. അപ്പം സ്റ്റോൺ വെയർ ആണെങ്കിൽ ബേൺഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആണ്. അതുപോലെ തന്നെ കൂൾ ഡൗൺ സ്ലോലി അല്ലെ, ആൻഡ് കൂൾ ഡൗൺ സ്ലോലി എന്നുള്ളത് നോക്കി വെക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ നോക്കാം അല്ലെ. ക്വസ്റ്റ്യനിൽ ഇപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് പോർസലൈനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? എർത്തൻവെയർ പറഞ്ഞു, സ്റ്റോൺ വെയർ പറഞ്ഞു,
പോർസിലൈൻ പറയുന്നതിന്റെ മുന്നേ നമുക്ക് എന്താണ് ടെറാക്കോട്ട എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം അല്ലെ. ടെറാക്കോട്ട എന്താണ്? ടെറാക്കോട്ട എന്ന് പറയുന്നത് ബേക്ക്ഡ് എർത്ത് ആണ് അല്ലെ. അപ്പം അതും കൂടെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള പോർസിലൈൻ ആണല്ലേ നോക്കാനുള്ളത്. പോർസിലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോർസിലൈൻ എന്ന് പറയുന്നത് ഒരു വൈറ്റ് തിന്നായിട്ടുള്ള സെമി ട്രാൻസ്പെറന്റ് ഫൈൻ എർത്തൻവെയറിനെയാണ് കേട്ടോ നമ്മൾ പോർസിലൈൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് പോർസിലൈൻ എന്ന് പറയുന്നത്? പോർസിലൈൻ അല്ലേ, പോർസിലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് തിൻ സെമി ട്രാൻസ്പെറന്റ് ഫൈൻ എർത്തൻവെയർ ആണ് കേട്ടോ. ഫൈൻ എർത്തൻവെയറിനെയാണ് നമ്മൾ പോർസിലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നതിൽ ഇതിന്റെ ഫങ്ഷൻസ് വരുന്നത് എന്തിനൊക്കെയാണ്? നമ്മൾ സാനിറ്ററി വെയർസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഇൻസുലേഷന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് വെസൽസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു പോർസിലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഓർത്ത് വെക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ. ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഫങ്ഷൻസ് ഓഫ് പോർസിലൈൻസ് ആർ അല്ലേ. അപ്പം ഓപ്ഷൻ എ സാനിറ്ററി വെയർ, ഓപ്ഷൻ ബി സ്റ്റോറേജ് വെസൽസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എയും കറക്റ്റ് ആണ്, ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ഇംപ്യൂരിറ്റീസ് കളക്റ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ കമ്പാർട്ട്മെന്റ് ഓഫ് ടാങ്ക് ഫർണസീസ് അല്ലേ. അപ്പം അതിന് എന്താണ് പറയാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ബാച്ച്, ഓപ്ഷൻ ബി ഗാൾ, ഓപ്ഷൻ സി ഫാബ്രിക്കേഷൻസ്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി അല്ലേ. അപ്പം സോറി എ ആൻഡ് സി അല്ലേ. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്ലാസ് എന്നുള്ളൊരു സെക്ഷൻ എന്നാണ് അല്ലെ. നമ്മൾ സെറാമിക്സിൽ പറഞ്ഞ സമയത്ത് ഗ്ലാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഗ്ലാസ് എന്നുള്ളൊരു സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ഗ്ലാസ് എന്ന് പറഞ്ഞാല്? നമുക്ക് ബേസിക്സ് മാത്രം പറഞ്ഞു പോവാം. ഗ്ലാസ് അല്ലെ, എന്താണ് ഗ്ലാസ്? ഗ്ലാസ് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് നമ്പർ ഓഫ് മെറ്റാലിക് സിലിക്കേറ്റ്സ് ആണ് അല്ലെ. മിക്സ്ചർ ഓഫ് നമ്പർ ഓഫ് മെറ്റാലിക് സിലിക്കേറ്റ്സ്. അതുപോലെ തന്നെ വൺ ഓഫ് വിച്ച് ഈസ് എൻ ആൽക്കലി എന്നും കൂടെ നമുക്ക് ഇതിൽ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഗ്ലാസ് അല്ലേ. ഗ്ലാസ് എന്താണ്? ഗ്ലാസ് നമുക്ക് ട്രാൻസ്പെറന്റ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ലൈറ്റ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ ഗ്ലാസ് ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടിൽ ആണ് അല്ലേ, വേഗം പൊട്ടിപ്പോവും അല്ലേ. അത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഗ്ലാസിനെ കുറിച്ച് അറിഞ്ഞിരിക്കാം. അതുപോലെ നമുക്ക് ടൈപ്പ് ഓഫ് ഗ്ലാസ് വരുന്നത് ഏതൊക്കെയാണ്? ടൈപ്പ് ഓഫ് ഗ്ലാസ് വരുന്നത് സോഡ ലൈം ഗ്ലാസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വരുന്ന ഗ്ലാസ് ആണ് പൊട്ടാഷ് ലൈം ഗ്ലാസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കോമൺ ഗ്ലാസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് അല്ലെ, ബോറോസിലിക്കേറ്റ് ഗ്ലാസ് വരുന്നുണ്ട്. ഓരോന്നിൻ്റെ എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്നുള്ളത് അൾട്ടർനേറ്റീവ് നെയിംസ് ഒക്കെ നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെയുള്ള നമ്മളെ ക്വസ്റ്റ്യൻ്റെ ഏരിയയിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് മാനുഫാക്ചർ ഓഫ് ഗ്ലാസ് എന്നുള്ളൊരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് മാനുഫാക്ചർ ഓഫ് ഗ്ലാസ് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് സ്റ്റെപ്സ് വരുന്നത്? നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വരുന്നത്? ആ ഒരു സ്റ്റെപ്പ് മാത്രം ഞാൻ ഒന്ന് ജസ്റ്റ് ചെയ്താം. മാനുഫാക്ചർ ഓഫ് ഗ്ലാസ് അല്ലെ, മാനുഫാക്ചർ ഓഫ് ഗ്ലാസ് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതാണ് കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് നമ്മൾ അതിന്റെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാണ് അല്ലെ ചെയ്യുക. അപ്പം ഫസ്റ്റ് വരുന്നതാണ് കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ആണ്. സെക്കൻഡ് വരുന്നത് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ബാച്ച് ഓർ ഫ്രിറ്റ് അല്ലെ. അപ്പം സെക്കൻഡ് വരുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് ബാച്ച് ആൻഡ് ഫ്രിറ്റ് ആണ് വരുന്നത്. അത് യൂണിഫോം മിക്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അല്ലെ. അപ്പം അതാണ് സെക്കൻഡ് വൺ വരുന്നത്.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് പറഞ്ഞു. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഡ ലൈം ഗ്ലാസ്, പൊട്ടാഷ് ലൈം ഗ്ലാസ്, അങ്ങനത്തെ കുറേ റോ മെറ്റീരിയൽസിനെ നമ്മൾ കളക്ട് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ സോഡ ലൈം ഗ്ലാസ് ആണെങ്കിൽ സോഡ ആഷ്, ചോക്ക്, അതുപോലെ തന്നെ ക്ലീൻ സാൻഡ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യും. ജസ്റ്റ് ആ ഒരു പേരിൽ തന്നെയുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് പറഞ്ഞത് പ്രിപ്പറേഷൻ ഓഫ് ബാച്ച് ആൻഡ് ഫ്രിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്, യൂണിഫോം മിക്സിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ തേർഡ് വൺ പറയുന്നത് മെൽറ്റിംഗ് ഇൻ ഫർണസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രിപ്പയർ ചെയ്തിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ളത് മെൽറ്റിംഗ് ഇൻ ഫർണസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് പോട്ട് ഫർണസിലും ചെയ്യും, അതുപോലെ തന്നെ ടാങ്ക് ഫർണസിലും ചെയ്യും. പോട്ട് ഫർണസിലാണെങ്കിൽ സ്മോൾ സ്കെയിലിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ പോട്ട് ഫർണസിലാണ് ചെയ്യുക. ടാങ്ക് ഫർണസിലാണെങ്കിൽ നമ്മൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണെങ്കിൽ നമ്മൾ ടാങ്ക് ഫർണസിലാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ തേർഡ് പോയിന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, മെൽറ്റിംഗ് ഇൻ ഫർണസ് ആണ്. മെൽറ്റിംഗ് ഇൻ ഫർണസ് ആണ്. അപ്പോൾ അത് പോട്ട് ഫർണസും ഉണ്ട്, ടാങ്ക് ഫർണസും ഉണ്ട്. പോട്ട് ഫർണസ് അതുപോലെ തന്നെ ടാങ്ക് ഫർണസ് അല്ലേ, ടാങ്ക് ഫർണസും ഉണ്ട്. അപ്പം അത് ഏതാണെന്നുള്ളതും ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അപ്പോൾ നമ്മൾ ടാങ്ക് ഫർണസ് അല്ലേ, ടാങ്ക് ഫർണസ് നമ്മൾ പറഞ്ഞു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണെങ്കിലാണ് അല്ലേ നമ്മൾ ഈ ഒരു ടാങ്ക് ഫർണസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ നോക്കാനുള്ളൊരു ടേമാണ് ഗാൽ എന്ന് പറഞ്ഞിട്ടുള്ളത്, GAL അല്ലേ. ഗാൽ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് ടേം വരുന്നത്, ഫ്ലോട്ടിംഗ് ഇംപ്യൂരിറ്റീസ് കളക്റ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ലാർജ് കമ്പാർട്ട്മെന്റ് അല്ലേ. അപ്പൊ നമുക്ക് ഇംപ്യൂരിറ്റീസ് അല്ലേ, നമ്മളിപ്പം ഇതാണ് നമ്മളെ ടാങ്ക് എങ്കിൽ അപ്പം അതില് ഇപ്പൊ നമുക്ക് ഇവിടെ ഇംപ്യൂരിറ്റീസ് ടോപ്പിൽ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ഇംപ്യൂരിറ്റീസ് നമ്മളിപ്പോൾ മുകളിൽ വന്നിട്ട് ഇങ്ങനെ കളക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു ഗാൽ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫ്ലോട്ടിംഗ് ഇംപ്യൂരിറ്റീസ് കളക്റ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ലാർജ് കമ്പാർട്ട്മെന്റ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഗാൽ എന്ന് പറയുന്നത്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ടാങ്ക് ഫർണസ് ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടാങ്ക് ഫർണസിലുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ഗാൽ എന്ന് പറയുന്നത്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യനും അത് തന്നെയായിരുന്നു അല്ലേ. അപ്പം അത് നോക്കാം. അപ്പോൾ നമ്മൾ മാനുഫാക്ചർ ഓഫ് ഗ്ലാസിൻ്റെത് 3 സ്റ്റെപ്പ് പറഞ്ഞു അല്ലേ. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് വരുന്നത് എന്താണ്, നാലാമത്തെ സ്റ്റെപ്പ് വരുന്നതാണ് ഫാബ്രിക്കേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് വരുന്നത് ഫാബ്രിക്കേഷൻ ആണ്. ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പം മെൽറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മോൾട്ടൺ ഗ്ലാസ്സിനെ നമുക്ക് സ്യൂട്ടബിൾ സൈസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് അല്ലേ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത്. മോൾട്ടൺ ഗ്ലാസ് കൺവേർട്ടഡ് ടു സ്യൂട്ടബിൾ ഷേപ്പ് ആൻഡ് സൈസ് അല്ലേ, അതാണ് ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത്. മോൾട്ടഡ് ഗ്ലാസ് കൺവേർട്ടഡ് ടു സ്യൂട്ടബിൾ ഷേപ്പ് ആൻഡ് സൈസ് അല്ലേ, ഷേപ്പ് ആൻഡ് സൈസ് എന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ്ങിലുള്ള ഒരു പ്രോസസ്സാണ് അനീലിംഗ് അല്ലേ. അനീലിംഗ് എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഒരു ഫാബ്രിക്കേഷനിൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് അല്ല, ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു പോവാം. നമുക്ക് ലാസ്റ്റ് വരുന്ന ഗ്ലാസ് മാനുഫാക്ചറിങ്ങിലുള്ള സ്റ്റെപ്പാണ് അനീലിംഗ് എന്നുള്ളത്. എന്താണ് അനീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫാബ്രിക്കേഷനിലൂടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്ലാസ് ആർട്ടിക്കിൾസിനെ നമ്മൾ സ്ലോ ആയിട്ട് അതുപോലെ തന്നെ ഹോമോജിനിയസ് ആയിട്ട് കൂൾ ചെയ്യുന്നതിന് അല്ലേ, അതിനെയാണ് നമ്മൾ അനീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി വെക്കുക, ഇത്രയും സ്റ്റെപ്സ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ പറഞ്ഞ സമയത്ത് ഏത് സ്റ്റെപ്പൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, മാനുഫാക്ചർ ഓഫ് ഗ്ലാസ്സിൽ കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് പറഞ്ഞു, പ്രിപ്പറേഷൻ ഓഫ് ബാച്ച് ആൻഡ് ഫ്രിറ്റ് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ മെൽറ്റിംഗ് ഇൻ ഫർണസ് പറഞ്ഞു, ഫാബ്രിക്കേഷൻ പറഞ്ഞു, അനീലിംഗ് പറഞ്ഞു. എന്തൊക്കെയാണെന്ന് നോക്കി വെക്കുക. അപ്പോൾ നമ്മൾ എന്താണ് മെൽറ്റിംഗ് ഇൻ ഫർണസിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തൊക്കെയായിരുന്നു, നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള കാര്യം അത് തന്നെയായിരുന്നു അല്ലേ. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്താണ്, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഇംപ്യൂരിറ്റീസ് കളക്റ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ കമ്പാർട്ട്മെന്റ് ഓഫ് ടാങ്ക് ഫർണസ് ഈസ് കോൾഡ്. ആൻസർ വരുന്നത് ഏതാണ്, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ, ഗാൽ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം.
പ്രോസസ് ഓഫ് സ്ലോ ആൻഡ് ഹോമോജീനിയസ് കൂളിംഗ് ഓഫ് ഗ്ലാസ് ആർട്ടിക്കിൾസ് ഈസ് കോൾഡ് അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഓപ്ഷൻ എ സ്പിന്നിങ്, ഓപ്ഷൻ ബി ബ്ലോവിങ്, ഓപ്ഷൻ സി അനീലിംഗ്, ഓപ്ഷൻ ഡി ഷിംഗ്ലിംഗ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഏതാണ്? ഇവിടെ ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. അനീലിംഗ് ആണ് ആൻസർ വരുന്നത്. നോക്കി വെക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. 7 എന്താണ്? ദ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഗ്ലാസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മെയിൻ ഇൻഗ്രീഡിയന്റ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ലൈം, ഓപ്ഷൻ ബി സിലിക്ക, ഓപ്ഷൻ സി സോഡ, ഓപ്ഷൻ ഡി പൊട്ടാഷ് അല്ലേ. നമ്മളെ ഗ്ലാസ്സിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് സിലിക്കയാണ് അല്ലേ. അപ്പം ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. ഗ്ലാസ് യൂസ്ഡ് എന്നാണ്. ഇത് ഗ്ലാസ് യൂസ്ഡ് ഇൻ റെയിൽവേ കോച്ചസ് ഈസ്. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് വായിക്കാം, എന്നിട്ട് നമുക്ക് ഏതൊക്കെ ഗ്ലാസ് ആണെന്നൊന്ന് ജസ്റ്റ് നോക്കാം അല്ലെ. ഓപ്ഷൻസിൽ ഓപ്ഷൻ എ ആന്റി ആക്ടിനിക് ഗ്ലാസ്, ഓപ്ഷൻ ബി പൈറക്സ് ഗ്ലാസ്, ഓപ്ഷൻ സി ഗ്ലാസ് ക്രീറ്റ്, ഓപ്ഷൻ ഡി വയേർഡ് ഗ്ലാസ് അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ ഗ്ലാസ് പല ടൈപ്പുള്ള ഗ്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്ത് യൂസ് ചെയ്യുന്നത് എല്ലാം എന്നല്ല, നമുക്ക് മാക്സിമം പറ്റുന്നത് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നമ്മൾ ഗ്ലാസ്സസിൽ വരുന്നത് ഏതൊക്കെയാണ് ഗ്ലാസ് വരുന്നത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. അതിൽ ഫസ്റ്റ് വണ്ണ് വരുന്ന ഒന്നാണ് അലൂമിനോ സിലിക്കേറ്റ് ഗ്ലാസ് അല്ലെ. അലൂമിനോ സിലിക്കേറ്റ് ഗ്ലാസ് ആണ്. അലൂമിനോ സിലിക്കേറ്റ് ഗ്ലാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് തെർമൽ ഷോക്ക് ആണ്. അപ്പം അത് ഓർത്ത് വെക്കുക. അലൂമിനോ സിലിക്കേറ്റ് ഗ്ലാസ് വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് തെർമൽ ഷോക്ക്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്നത് ഹാലജൻ ടങ്സ്റ്റൺ ലാമ്പ് അല്ലെ. ഹാലജൻ ടങ്സ്റ്റൺ ലാമ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു അലൂമിനോ സിലിക്കേറ്റ് ഗ്ലാസ് ആണ്. അപ്പം എന്താണ് അലൂമിനോ സിലിക്കേറ്റ് ഗ്ലാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് തെർമൽ ഷോക്ക് എന്നുള്ളത് നോക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്നത് ഹാലജൻ ടങ്സ്റ്റൺ ലാമ്പിലൊക്കെയാണ് അല്ലെ. അപ്പം ഒന്നിതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഒരു ഗ്ലാസ് വരുന്നത് ഏതാണ്? പിന്നെ നമുക്ക് നോക്കാനുള്ള ഒരു ഗ്ലാസ് ആണ് സേഫ്റ്റി ഗ്ലാസ് അല്ലെ. സേഫ്റ്റി ഗ്ലാസ് അല്ലെങ്കിൽ ലാമിനേറ്റഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വെഹിക്കിൾസിലൊക്കെ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഗ്ലാസ് ആണ് അല്ലെ. നമ്മളിപ്പം വെഹിക്കിൾസിൽ പൊട്ടിച്ചെതറാത്ത ടൈപ്പ് ഗ്ലാസ് ഇല്ലേ, അപ്പം അതിനെയാണ് നമ്മൾ സേഫ്റ്റി ഗ്ലാസ് അല്ലെങ്കിൽ ലാമിനേറ്റഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. നമ്മളിത് യൂസ് ചെയ്യുന്നത് വിൻഡ് സ്ക്രീൻ ഓഫ് കാർ അല്ലെ. കാറിലൊക്കെ വിൻഡ് സ്ക്രീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഗ്ലാസ് ആണ് സേഫ്റ്റി ഗ്ലാസ് എന്ന് പറയുന്നത്. സേഫ്റ്റി ഗ്ലാസ് അതിന്റെ തന്നെ പേരാണ് ലാമിനേറ്റഡ് ഗ്ലാസ് അല്ലെ. ലാമിനേറ്റഡ് ഗ്ലാസ് വരുന്നത് യൂസ് ചെയ്യുന്നത് വിൻഡ് സ്ക്രീൻ ഓഫ് കാർ അല്ലെ. വിൻഡ് സ്ക്രീൻ ഓഫ് കാറിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ടൈപ്പ് ഗ്ലാസ് വരുന്നത്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഒരു സേഫ്റ്റി ഗ്ലാസും. സേഫ്റ്റി ഗ്ലാസ് എന്ന് പറയുന്നത് ടാമ്പേർഡ് ഗ്ലാസ് തന്നെയാണ്, പക്ഷെ അത് പൊട്ടിച്ചെതറിപ്പോവും അല്ലെ. നമ്മൾ കാറിന്റെ സൈഡിലൊക്കെ കൊടുക്കുന്ന ടൈപ്പ് ഗ്ലാസ് ഇല്ലേ, അതാണ് നമ്മൾ ഈ ഒരു ടാമ്പേർഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ഒരു ടാമ്പേർഡ് ഗ്ലാസ് ആണ്. അത് ഈ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? വയേർഡ് ഗ്ലാസ് ആണ് അല്ലെ. വയേർഡ് ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? വയേർഡ് ഗ്ലാസ് നമ്മൾ സ്കൈലൈറ്റ് ഒക്കെ അല്ലെ. നമ്മൾ സ്കൈലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിന്റെ, നിങ്ങൾ ചില വീടുകളിലൊക്കെ കാണാം അല്ലെ, നമ്മൾ റൂഫിൽ ഓട് വെക്കുകയാണെങ്കിൽ ഒരു ഓട് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു ഗ്ലാസിന്റെ ഒരു ഇങ്ങനത്തെ ഒരു പീസ് വെക്കും അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ സ്കൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം സ്കൈലൈറ്റ് വിൻഡോസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു വയേർഡ് ഗ്ലാസ് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ള വേറെ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വയേർഡ് ഗ്ലാസ്. പിന്നെ നമുക്ക് ഫോം ഗ്ലാസ് ആണല്ലേ നോക്കാനുള്ളത്. ഫോം ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോം ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിലൊക്കെ ഫ്ലോട്ട് ആവുന്നത് അല്ലെ. ഫ്ലോട്ട് ഇൻ വാട്ടർ എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി കട്ട് ലൈക്ക് വുഡ് അല്ലെ. നമ്മൾ വുഡിനെ പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഗ്ലാസ് ആണ് ഫോം ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിത് യൂസ് ചെയ്യുന്നത് ഫയർ പ്രൂഫ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്
ഫയർ പ്രൂഫ് ആണ്, അതുപോലെ തന്നെ റിജിഡ് ആണ്, ഹീറ്റ് ഇൻസുലേറ്റർ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് റെഫ്രിജറേറ്ററിൽ അതുപോലെ തന്നെ എയർ കണ്ടീഷനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഫോം ഗ്ലാസ് എന്ന് പറയുന്നത്. ഫോം ഗ്ലാസ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഏതാണ്? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഹീറ്റ് എക്സ്ക്ലൂഡിങ് ഗ്ലാസ് അല്ലേ. ഹീറ്റ് എക്സ്ക്ലൂഡിങ് ഗ്ലാസ് ആണ്. ഹീറ്റ് എക്സ്ക്ലൂഡിങ് ഗ്ലാസ് അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേരാണ് ആൻറ്റി ആക്ടിനിക് ഗ്ലാസ്. ആൻറ്റി ആക്ടിനിക് ഗ്ലാസ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ റെയിൽവേ കോച്ചസിലൊക്കെ അല്ലെ, റെയിൽവേയിലും വിൻഡോസ് ഓഫ് കോച്ചസ് അല്ലെ, നമ്മൾ റെയിൽവേയിലുള്ള വിൻഡോസ് ഓഫ് കോച്ചസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് ഈ ഒരു ആൻറ്റി ആക്ടിനിക് ഗ്ലാസ് അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ക്ലൂഡിങ് ഗ്ലാസ് അല്ലേ. അപ്പം ഇത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് അലോസ് ലൈറ്റ് ടു പാസ് ത്രൂ ഇറ്റ് അല്ലേ. അപ്പം നമ്മൾ ലൈറ്റിനെ പാസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഹീറ്റിനെയും എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതാണ് ഈ ഒരു ഹീറ്റ് എക്സ്ക്ലൂഡിങ് ഗ്ലാസ് അല്ലെങ്കിൽ ആൻറ്റി ആക്ടിനിക് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പം നോക്കി വെക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കാനുള്ള ഒരു ഗ്ലാസ് ആണ് സ്ട്രക്ചറൽ ഗ്ലാസ് അല്ലെ. സ്ട്രക്ചറൽ ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പേയ്മെന്റ് ലൈറ്റ് അതുപോലെ തന്നെ ലാൻഡേൺ ലൈറ്റിനൊക്കെയാണ്. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്താണ്? ഗ്ലാസ് യൂസ്ഡ് ഇൻ റെയിൽവേ കോച്ചസ് ആണ് അല്ലെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ എ ആൻറ്റി ആക്ടിനിക് ഗ്ലാസ് ആണ് അല്ലെ ആൻസർ വരിക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. വിച്ച് വൺ ഈസ് യൂസ്ഡ് ഫോർ പബ്ലിക് ടോയ്ലറ്റ്, ഓഫീസ് സ്റ്റോർസ് ആൻഡ് പാർട്ടീഷൻസ് അല്ലേ. അത് ഏത് ടൈപ്പാണ് ഗ്ലാസ് വരുന്നത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഫോം ഗ്ലാസ്, ഓപ്ഷൻ ബി ഫ്ലോട്ടിംഗ് ഗ്ലാസ്, ഓപ്ഷൻ സി ഒബ്സ്ക്യൂർഡ് ഗ്ലാസ്, ഓപ്ഷൻ ഡി വയേർഡ് ഗ്ലാസ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 9 ആൻസർ വരുന്നത് നമ്മളിപ്പോൾ പറയാത്തൊരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ പറയാത്തൊരു കാര്യമാണല്ലോ ആൻസർ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒബ്സ്ക്യൂർഡ് ഗ്ലാസ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഒബ്സ്ക്യൂർഡ് ഗ്ലാസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പബ്ലിക് ടോയ്ലറ്റ് അതുപോലെ തന്നെ ഓഫീസ് സ്റ്റോറിൻ്റെതും പാർട്ടീഷൻസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒബ്സ്ക്യൂർഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നമുക്ക് ലൈറ്റ് പാസ് ചെയ്യണം, പക്ഷെ നമുക്ക് വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കണം അല്ലേ. അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഒരു ഒബ്സ്ക്യൂർഡ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. എങ്ങനത്തെ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈറ്റ് പാസ് ചെയ്യണം അല്ലെങ്കിൽ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യണം, ബട്ട് വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ ഒബ്സ്ക്യൂർഡ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. ഒബ്സ്ക്യൂർഡ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത് ലൈറ്റ് പാസ് ചെയ്യണം അതുപോലെ തന്നെ അല്ലെങ്കിൽ പാസ് ഓർ ട്രാൻസ്മിറ്റ് ചെയ്യണം, വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കണം അല്ലേ. വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ ഈ ഒരു ഒബ്സ്ക്യൂർഡ് ഗ്ലാസ് കൊടുക്കുന്നത്. ലൈക്ക് ഏതൊക്കെയാണ്? പബ്ലിക് ടോയ്ലറ്റ്, ഓഫീസ് സ്റ്റോർ, പാർട്ടീഷൻസ് ഒക്കെ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ആൻസർ അപ്പോൾ കിട്ടിയില്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 9 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ഒബ്സ്ക്യൂർഡ് ഗ്ലാസ് ആണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 10 എന്താണ് വരുന്നത്? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഫോം ഗ്ലാസ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ എയർ കണ്ടീഷനിങ് യൂണിറ്റ്സ്. ഓപ്ഷൻ ബി വരുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 വരുന്നത് ഫോം ഗ്ലാസ് ഈസ് ടെർമൈറ്റ് പ്രൂഫ് ആൻഡ് നോൺ കമ്പസ്റ്റിബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻസിൽ both the statements 1 and statement 2 are individually true and statement 2 is the correct explanation of statement 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി പറയുന്നത് both the statements 1 and statement 2 are individually true and statement 2 is not correct explanation of statement 1. പിന്നെ തേർഡ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ സി പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ് എന്നാണ്. ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എന്താണ് ഫോം ഗ്ലാസ് എന്ന് പറയുന്നത്? ഫോം ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഫോം ഗ്ലാസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലോട്ടഡ് ഇൻ വാട്ടർ ആൻഡ് ഇറ്റ് ക്യാൻ ബി കട്ട് ലൈക്ക് വുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ് ഫയർ പ്രൂഫ് ആണ്, അതുപോലെ തന്നെ റിജിഡ് ആണ്, ഹീറ്റ് ഇൻസുലേറ്റർ ഒക്കെ ആണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ അല്ലെങ്കിൽ ഇത് സൂട്ടബിൾ ആയിട്ടുള്ളത് എവിടെയാണ്? നമ്മൾ പറഞ്ഞു അല്ലേ, എയർ കണ്ടീഷനിങ്ങിനും അതുപോലെ തന്നെ റെഫ്രിജറേറ്ററിനും ഒക്കെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇതിൽ
ഓപ്ഷൻസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ഓപ്ഷൻ ഫോം ഗ്ലാസ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ എയർ കണ്ടീഷനിങ് യൂണിറ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോം ഗ്ലാസ് ഈസ് ടെർമൈറ്റ് പ്രൂഫ് ആൻഡ് നോൺ കമ്പസ്റ്റബിൾ അല്ലേ. അപ്പം സെക്കൻഡ് ഓപ്ഷനും ഓൾമോസ്റ്റ് കറക്റ്റ് ആണ് അല്ലേ. അപ്പം ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ. ഓപ്ഷൻ എ ആണല്ലേ കറക്റ്റ് ആയിട്ട് വരുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് 1 and 2 ആർ ഇൻഡിവിജ്വലി ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1 അല്ലേ. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കാം. ദ ഗ്ലാസ് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് റേഡിയേഷൻ ഫ്രം TV അല്ലേ. അപ്പോൾ അത് ഏത് ഗ്ലാസ് ആണ് വരുന്നത്? അത് നമ്മൾ പറയാത്തതാണ്. അപ്പോൾ അങ്ങനത്തെ ഞാൻ ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പം ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാത്തതാണ് ചിലത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ TV യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആൽക്കലി ബാരിയം സിലിക്കേറ്റ് ഗ്ലാസ്, ഓപ്ഷൻ ബി അലൂമിനോ ബാരിയം സിലിക്കേറ്റ് ഗ്ലാസ്, ഓപ്ഷൻ സി ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസ്, ഓപ്ഷൻ ഡി ഹീറ്റ് എക്സ്ക്ലൂഡിംഗ് ഗ്ലാസ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? നമ്മൾ TV സ്ക്രീനിലൊക്കെ യൂസ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഹാംഫുൾ റേഡിയേഷൻസിനൊക്കെ പ്രിവെന്റ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ TV സ്ക്രീനിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ആണ് ആൽക്കലി ബാരിയം സിലിക്കേറ്റ് ഗ്ലാസ് അല്ലേ. അപ്പം ഓപ്ഷൻ എ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 11 ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. കാസ്റ്റ് അയൺ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് അല്ലേ. അപ്പോൾ കാസ്റ്റ് അയൺ എന്തിൻ്റെ പ്രൊഡക്റ്റ് ആണ്? അപ്പോൾ നമ്മൾ ഫെറസ് മെറ്റൽസിൻ്റെ ആ ഒരു ഏരിയയിലാണല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രൊഡക്റ്റ് ആണ് വരുന്നത്? നമ്മൾ കാസ്റ്റ് അയൺ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിഗ് അയണിനെ റീമെൽറ്റ് ചെയ്തിട്ടാണ് അല്ലേ. ഫോംഡ് ബൈ റീമെൽറ്റിംഗ് പിഗ് അയൺ വിത്ത് കോക്ക് ആൻഡ് ലൈം സ്റ്റോണിൽ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു കാസ്റ്റ് അയോൺ വരുന്നത്. കാസ്റ്റ് അയോൺ നമുക്ക് കിട്ടുന്നത് കുപ്പോള ഫർണസ് എന്നാണ് അല്ലേ. കുപ്പോള ഫർണസ് എന്നാണ്, ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ കാസ്റ്റ് അയോണിന്റെ കാർബൺ കണ്ടന്റ് വരുന്നത് 2 to 4% ആണ്. അപ്പം ഓർത്ത് വെക്കുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ, കുപ്പോള ഫർണസ് ആണ്. അതുപോലെ തന്നെ കാസ്റ്റ് അയോണിൽ മാംഗനീസ്, അതിൻ്റെ കോമ്പോസിഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ് മാംഗനീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സിലിക്കൺ വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. സ്റ്റീൽ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ്, സ്റ്റീൽ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 13 ആൻസർ വരുന്നത് ഓപ്ഷൻ എ കുപ്പോള, ഓപ്ഷൻ ബി ബ്ലാസ്റ്റ് ഫർണസ്, ഓപ്ഷൻ സി പുഡ്ലിംഗ് ഫർണസ്, ഓപ്ഷൻ ഡി ബെസമ്മർ കൺവേർട്ടർ അല്ലേ. സ്റ്റീൽ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എന്താണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. സ്റ്റീല് ക്വസ്റ്റ്യൻ നമ്പർ 13 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നമ്മൾ മാനുഫാക്ചർ ഓഫ് സ്റ്റീലിൻ്റെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ, ബെസമ്മർ പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മൾ മാനുഫാക്ചർ ഓഫ് സ്റ്റീൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അത് അറിഞ്ഞിരിക്കുക. അപ്പം അതാണ് നമുക്ക് മെയിനായിട്ട് സ്റ്റീലിൽ നോക്കാനുള്ളത്. സ്റ്റീലിൽ തന്നെ നമുക്ക് ഹൈ കാർബൺ സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാനുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നോക്കാം. ഏതൊക്കെയാണ്? ലോ കാർബൺ സ്റ്റീൽ വരുന്നുണ്ട്, മീഡിയം കാർബൺ സ്റ്റീൽ വരുന്നുണ്ട്, ഹൈ കാർബൺ സ്റ്റീൽ വരുന്നുണ്ട്. അതിൽ ലോ കാർബൺ സ്റ്റീൽ ആണെങ്കിൽ അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 0.15% to 0.25% ആണല്ലേ വരുന്നത്. അതുപോലെ തന്നെ മീഡിയം കാർബൺ സ്റ്റീൽ ആണെങ്കിൽ 0.25 to 0.5% ആണ് വരുന്നത്. ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത് 0.50 to 1.5% ആണ് വരുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ബെസമ്മർ പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ, ബെസമ്മർ കൺവേർട്ടർ ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കാം. വാട്ട് ഈസ് ദ പ്രോസസ് ഫോർ ഇൻക്രീസിങ് ടഫ്നെസ് ആൻഡ് ഡിക്രീസിങ് ബ്രിട്ടിൽനെസ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ നോർമലൈസിങ്, ഓപ്ഷൻ ബി ടെമ്പറിങ്, ഓപ്ഷൻ സി അനീലിംഗ്, ഓപ്ഷൻ ഡി ഹാർഡനിങ് അല്ലേ. ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14 ഏതാണ് ആൻസർ വരുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഇതിപ്പോൾ ഏത് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നമ്മളെ ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് ഇൻ സ്റ്റീൽ അല്ലേ. അപ്പം അവിടെ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് വരുന്ന സമയത്ത് അനീലിംഗ് ഉണ്ട്, ഹാർഡനിങ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ടെമ്പറിങ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്? അനീലിംഗ് ഉണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഹാർഡനിങ് ഉണ്ട്, ടെമ്പറിങ് ഉണ്ട്, നോർമലൈസിങ് വരുന്നുണ്ട് അല്ലേ. നമുക്ക് ഓരോന്ന് എന്താണെന്ന് ജസ്റ്റ് ഞാൻ പറയാം. അനീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീലിനെ സോഫ്റ്റ് ആയിട്ട് വെക്കേണ്ടിയിട്ട് അല്ലേ, ടു മേക്ക് സ്റ്റീൽ സോഫ്റ്റ് ആൻഡ് വർക്കബിൾ എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഡക്റ്റിലിറ്റി ഇൻക്രീസ്
ചെയ്യേണ്ടിയിട്ടാണല്ലേ നമ്മൾ അനീലിങ് ചെയ്യുന്നത്. അപ്പം അത് നോക്കി വെക്കുക. പിന്നെ നമ്മൾ ഹാർഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സിമിലർ പ്രോസസ് ഓഫ് അനീലിങ് തന്നെയാണ്. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂളിംഗ് വരുന്നത് ഒരു കൺട്രോൾഡ് റേറ്റിലായിരിക്കും. അപ്പൊ അത് ഓർത്ത് വെക്കുക ഹാർഡനിങ് എന്ന് പറയുന്നത്. പിന്നെ ഹാർഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം നോക്കേണ്ടത് ഈ അനീലിങ്ങിന്റെ തന്നെ ഒരു റിവേഴ്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഹാർഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ജസ്റ്റ് റിവേഴ്സ് ഓഫ് അനീലിങ്. ഈ ഒരു ഇവിടെ സ്റ്റീലിനെ ഹാർഡ് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. അനീലിങ് ചെയ്യുന്ന സമയത്ത് എന്താണ് സ്റ്റീലിനെ നമ്മൾ സോഫ്റ്റ് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. ഹാർഡനിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റീലിനെ ഹാർഡ് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോർമലൈസിങ് എന്നുള്ളൊരു ടേം പറഞ്ഞു അല്ലെ. നോർമലൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റീലിനെ നോർമൽ കണ്ടീഷനിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ നോർമലൈസിങ് എന്ന് പറയുന്നത്. പിന്നെ ടെമ്പറിങ് അല്ലെ. ടെമ്പറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെമ്പറിങ് ചെയ്യുന്നത് ഡക്റ്റിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, അതുപോലെ തന്നെ സ്ട്രെങ്ത്തും ടഫ്നെസ്സും ഒക്കെ ഇംപ്രൂവ് ചെയ്യേണ്ടിയിട്ട്, ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ടെമ്പറിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ എന്താണ് റെഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടിൽനെസ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്താണ്? വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ടഫ്നെസ് ആൻഡ് ഡിക്രീസിങ് ബ്രിട്ടിൽനെസ് അല്ലെ. അങ്ങനെ നമ്മൾ ടഫ്നെസ് ഇൻക്രീസ് ചെയ്ത് ബ്രിട്ടിൽനെസ് റെഡ്യൂസ് ചെയ്യുന്നതിന് ഏതാണ് പറയുന്നത്? ടെമ്പറിങ് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 15 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് ആൻ അലോയി ഓഫ് അലൂമിനിയം അല്ലെ. ഇവിടെ ഡാഷ് ഉണ്ട്. ഡാഷ് ഈസ് ആൻ അലൂമിനിയം. ക്വസ്റ്റ്യൻ നമ്പർ 50 ഡാഷ് ഈസ് ആൻ അലോയി ഓഫ് അലൂമിനിയം ആണ്. ഓപ്ഷൻ എ ഗൺ മെറ്റൽ, ഓപ്ഷൻ ബി ഡ്യൂറാലുമിൻ, ഓപ്ഷൻ സി ഡവ് മെറ്റൽ, ഓപ്ഷൻ ഡി ജർമ്മൻ സിൽവർ അല്ലെ. അപ്പം ഏതാണ് അലോയി ഓഫ് അലൂമിനിയം വരുന്നത്? അലോയ് ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് ഡ്യൂറാലുമിൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ അൽഡ്യൂറാൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ അലൂമിനിയം ബ്രോൺസ് ഒക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഗൺ മെറ്റൽ, ഓപ്ഷൻ ബി ഡ്യൂറാലുമിൻ, ഓപ്ഷൻ സി ഡവ് മെറ്റൽ, ഓപ്ഷൻ ഡി ജർമ്മൻ സിൽവർ അല്ലെ. ആൻസർ വരുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 15 ആൻസർ വരുന്നത് ബി ആണ് കേട്ടോ. ഡ്യൂറാലുമിൻ ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും ജസ്റ്റ് ഒരു റിവിഷൻ പോലെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ എന്തെങ്കിലും ലാസ്റ്റിലേക്ക് കുറച്ച് സ്പീഡ് അധികമായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ എന്തെങ്കിലും പറഞ്ഞ പോർഷനിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എല്ലാവരും സബ്ജക്ട് വൈസിലുള്ള ടൈം ടേബിൾ വെച്ച് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. അതുപോലെ തന്നെ കറക്റ്റ് റിവൈസ് ചെയ്ത് പോവുക. എക്സാം വരുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ സെറ്റ് ആയിരിക്കണം അല്ലേ. അപ്പം ഇതേ രീതിയിൽ നമ്മൾ കറക്റ്റ് ആ ഒരു റിവിഷനും നമ്മളെ ക്ലാസ്സസും ഒക്കെ കറക്റ്റ് ഫോളോ ചെയ്ത് പോയിട്ട് കറക്റ്റ് നിങ്ങൾക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലാസ് മാത്രമല്ല, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് റിവിഷൻ കവർ ആയി പോകും അല്ലേ. അപ്പം കറക്റ്റ് റിവിഷൻ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് അത് വെച്ചൊരു നിങ്ങൾക്ക് കറക്റ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ്, റോങ് ആയിട്ടുള്ള ആൻസേഴ്സ് വെച്ചിട്ട് ആ ഏരിയ ഒന്ന് കവർ ചെയ്ത് പോവുക. അതും നിങ്ങൾക്ക് ഒരു റിവിഷൻ ആയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.